21 അധ്യായം വെളിപ്പാട് പുസ്തകം, അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് ഈ കോൺഫറൻസിൻ്റെ തീം. ആ തീമിൽ നിന്ന് തന്നെ സംസാരിപ്പാൻ ഇന്ന് രാത്രി ഞാൻ ശരണപ്പെടുകയാണ്. 1-ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ ദൈവം തന്നെ നേരിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് 21-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ. അവിടെ ദൈവം 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് 5-ാം വാക്യത്തിൽ തുടങ്ങുകയാണ്. ആ 8 സ്റ്റേറ്റ്മെന്റ്സിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കോൺഫറൻസിന്റെ തീം. ദൈവം പറയുന്നു, ബിഹോൾഡ്, ഐ ആം മേക്കിംഗ് എവറിത്തിങ് ന്യൂ. അങ്ങനെ കർത്താവ് അങ്ങനെ ഒന്ന് തുടങ്ങി ബാക്കിയുള്ള പല കാര്യങ്ങൾ പറഞ്ഞ് 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് യോഹന്നാനോട് പറയുകയാണ്, റൈറ്റ് ഫോർ ദിസ് മെസ്സേജ് ഈസ് ട്രസ്റ്റ്വർത്തി ആൻഡ് ട്രൂ. ദൈവം പറയുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യേശു ഒരിക്കൽ അത് പറഞ്ഞായിരുന്നു. I am the Alpha and the Omega, the beginning and the end. To the thirsty I will give water without cost from the spring of water of life. 6-ാമതായി ദൈവം പറയുന്നു, to the thirsty I will give water without cost from the spring of the water of life. 6-ാമതായി, those who are victorious will inherit all this, and I will be their God and they will be my children. ഇന്ന് രാത്രി എൻ്റെ മെസ്സേജ് 8-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് 8-ാം വാക്യത്തിൽ. But the cowardly, the unbelieving, the vile, the murderers, the sexually immoral, those who practice magic arts, the idolaters, and all liars, they will be consigned to the fiery lake of burning sulfur. This is the second death. വളരെ ഭയത്തോടെയാണ് ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഈ വചനം ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുമ്പോൾ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ട് അവിടെ ഇറങ്ങി വന്ന പുതിയ യെരൂശലേമിൽ കയറണം എന്നുള്ള വളരെ ആഗ്രഹത്തോടും കൂടെ തന്നെയാണ് ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളും അവിടെ ചെല്ലണം എന്നുള്ള താല്പര്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഈ മസാജ് പാർലറും ഓപ്പറേഷൻ തിയേറ്ററും രണ്ടും രണ്ടാണ്. ഏറ്റവും കൂടുതൽ സുഖിക്കാനും ആ വേദനയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തടകി നമ്മെ ഒന്ന് സന്തോഷിപ്പിച്ച് ഒരു കുളിർമയൊക്കെ കൊള്ളുവാൻ മസാജ് പാർലറിൽ പോയാൽ നല്ലതാണ്. എന്നാൽ അതുപോലൊരു സുഖം കിട്ടത്തില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നാൽ. ഇന്ന് രാത്രി ഞാന് തടകി അല്ലെങ്കിൽ മസാജ് പാർലറിൽ നിങ്ങളെ കൊണ്ടുപോകുവാൻ ഇന്ന് രാത്രി എനിക്ക് താല്പര്യം ഒട്ടുമില്ല. അല്പം വേദനിച്ചാലും നമുക്ക് ഒരുമിച്ച് വേദനിക്കാം. കർത്താവ് ഒരുക്കുന്ന ആ സുന്ദരമായ നാട്ടിൽ നമുക്ക് ചെല്ലാം. 21-ാം അധ്യായം വളരെ കഷ്ടതയുടെയും നിരാശയുടെയും നടുവിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തോട് യോഹന്നാനല്ല, ദൈവം തന്നെ വിളിച്ചു പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. ദൈവം പലപ്പോഴും പലരെയും വിട്ടുപറയിപ്പിച്ചു. മോശയെ വിട്ടുപറയിപ്പിച്ചു, രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും, അവസാനം തന്റെ പുത്രനായ യേശുവിനെയും പിന്നെ അപ്പോസ്തലന്മാരെയും ഒക്കെ ഇട്ട് പറയിപ്പിച്ചിട്ടും കർത്താവ് അവസാനം പറയേണ്ടി വന്നു. അങ്ങനെ പലരെ കൊണ്ട് പറയിപ്പിച്ചിട്ടും കർത്താവിന് പറയണം എന്ന് തോന്നി പുസ്തകം അവസാനിക്കുന്നതിന് മുൻപായി ഇതിന്റെ എല്ലാം കൂടെ ഒരു സംക്ഷിപ്ത രൂപം യഹോവയായ ദൈവം എന്നുകൊണ്ട് പറയുകയാണ്, behold, I make everything new.
ഈ ഭാഗം നമ്മൾ കാണുമ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അതിനകത്ത് പഴയതുകൊണ്ട് വരാനിരിക്കുന്നതുകൊണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് ഇപ്പം നടക്കാനിരിക്കുന്ന കാര്യമാണ്. ഇത് സഭയിലെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ അല്ല. ബിഹോൾഡ് ഐ മേക്ക് എവറിത്തിങ് ന്യൂ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫ്യൂച്ചർ സർട്ടനിറ്റി. കർത്താവ് പ്രസന്റ് ആയിട്ട് ഇവിടെ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ രാത്രിയിലത്തെ എന്റെ ചിന്ത 8-ാം വാക്യമാണ്. നമുക്കത് സ്ക്രീനിൽ ലഭിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് അത് എഴുതിയിരിക്കുന്നത്. 7-8 വാക്യങ്ങൾ. Those who are victorious will inherit all this. ജയിക്കുന്നവന് ഇതെല്ലാം അവകാശമായി ലഭിക്കും. അത് എന്താ ലഭിക്കുകയെന്ന് അറിയണമെങ്കിൽ മുകളത്തെ ഭാഗങ്ങളെല്ലാം വായിച്ചു നോക്കണം. അതിനെനിക്കിപ്പോ സമയമില്ല. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ നേരെ തിരിച്ചു ദൈവം പറയുകയാണ്, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത് അങ്ങ് പുതിയ യെരൂശലേമിൽ ആർക്ക് ചെല്ലാം, ആര് ചെല്ലത്തില്ല, ആര് ചെല്ലും എന്നതിനേക്കാൾ ഇന്ന് രാത്രി എന്റെ ചിന്ത, ആര് ചെല്ലത്തില്ല എന്ന് പഠിച്ചാൽ നമ്മൾ ആ കൂട്ടത്തിൽ പെടുവോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രി നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കുവാൻ സാധിക്കും. ഒരിക്കൽ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോർത്ത് ആഫ്രിക്കയിലെ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന സഭാപിതാവ് ഒരു കടൽ തീരത്തിലൂടെ നടന്ന് ഒരു കൊച്ചു പയ്യൻ ആ കടൽ തീരത്ത് ആ ബീച്ചിൽ അവിടെ മണ്ണ് അല്പം തുരന്നു മാറ്റി കടലിലെ വെള്ളം അവന്റെ ചെറിയ കയ്യിൽ കൊണ്ടുപോയി അവൻ അത് കൊണ്ടുപോയി ആ കുഴിക്കകത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ കുട്ടിയോട് പോയി ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നേ? അവൻ പറഞ്ഞു, ഞാൻ കടലിലെ വെള്ളം പറ്റിക്കാൻ പോവാ. അവന്റെ ചിന്ത അതാണ്. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, എല്ലാവരുടെയും ചിന്ത ഇതുപോലെ, കടൽ പറ്റിക്കും. പക്ഷെ ദൈവത്തിന്റെ വഴി ആര് കണ്ടു? എല്ലാം പുതുതാകും. ഈ കോൺഫറൻസിൽ നമ്മൾ എല്ലാവരും ഇരുന്ന് കടന്നു പോയി കഴിയുമ്പോൾ നമ്മളെല്ലാം നല്ല പുതുക്കി പോകുമെന്നുള്ള ചിന്തയിൽ കടന്നു വന്നിരിക്കുക. നാളെ എന്ത് നടക്കുമെന്ന് ആർക്കറിയാം? നമ്മുടെ ജീവിതം ഇതുവരെ നന്നായില്ല എന്ന് നമ്മൾ പാടിക്കൊണ്ടിരിക്കും. എന്നാൽ അങ്ങനെയുള്ള പാട്ടെല്ലാം നിർത്തി, കർത്താവേ, ഇന്ന് രാത്രി എന്റെ ജീവിതം നന്നായി, നീ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യ ശോഭയുടെ പട്ടണത്തിൽ ഞാൻ കയറുവാൻ വേണ്ടി എന്നെയും എന്റെ കുടുംബത്തെയും എനിക്ക് ദൈവം തന്ന സകലത്തെയും ഞാൻ ഇന്ന് രാത്രി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നമുക്കെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവം ജയിക്കുന്നവനും ജയിക്കാത്തവനും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റാണ്. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴും കോളേജ് ജീവിതം തുടങ്ങിയ സമയത്തൊക്കെ ഇന്ന് രാത്രി ഞാൻ ഈ സംസാരിക്കുന്ന 8-ാമത്തെ വാക്യം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ അന്ന് വന്നത് എന്താണെന്നറിയാമോ? ഇതെല്ലാം അവിശ്വാസികളെ കുറിച്ച് പറയുന്ന, സഭയ്ക്ക് പുറത്തുള്ളവരെ കുറിച്ചുള്ള ലിസ്റ്റാണ് 8-ാം വാക്യം എന്നായിരുന്നു എന്റെ ചിന്ത. എന്നാൽ കുറച്ചുകൂടൊക്കെ വചനം പഠിച്ചപ്പോഴും ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇത് പുറത്തുള്ളവരോടുള്ള ഒരു ദൂതല്ല ദൈവം ഇവിടെ സഭയ്ക്ക് കൊടുക്കുന്നത്. സഭയ്ക്കകത്തിരിക്കുന്ന ക്ഷുദ്രക്കാരെയും കള്ളന്മാരെയും സഭയ്ക്കകത്തിരിക്കുന്ന മുമ്പേ പറഞ്ഞ എല്ലാ പാർട്ടികളെയും ദൈവം കണ്ടുകൊണ്ട് പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ് 8-ാം വാക്യം. അത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഞാൻ വിചാരിക്കുകയാണ്, കർത്താവേ,
സഭയിൽ ഈ കൂട്ടരുണ്ടോ? രണ്ട് തരത്തിൽ ജയിക്കുവാൻ സാധിക്കും. കർത്താവ് പറഞ്ഞു, നന്മയാൽ തിന്മയെ ജയിക്കാം, തിന്മയാലും തിന്മയെ ജയിക്കാം. നമ്മൾ ഈ ഇന്ന് രാത്രി കോൺഫറൻസ് ഹാളിൽ ഇരിക്കുന്ന നമ്മുടെ ഇടയിൽ ഈ രണ്ടു കൂട്ടരും കാണും എന്നാണ് എന്റെ ചിന്ത. അങ്ങനെയെങ്കിൽ ഒറ്റ കൂട്ടരെ ജയിക്കത്തുള്ളൂ. അവരാരാന്നറിയാമോ? നന്മ ചെയ്ത് തിന്മയെ ജയിക്കുന്നവരാണ് കർത്താവ് കൊണ്ടുവരുവാൻ പോകുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ആ പുതിയ യെരൂശലേമിലും കയറുന്നത്. അത് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ അവരോട് പറയുന്ന ദൂതാണ് ഇന്ന് രാത്രി 8-ാം വാക്യത്തിൽ സമ്മറിയായി കൊടുത്തിരിക്കുന്നത്. അതാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുവാൻ പോകുന്നത്. ആമുഖം പറഞ്ഞ് വരുന്നതേ ഉള്ളൂ. തുടങ്ങാം. 1, ആര് കയറുകയില്ല? 1, ഭീരുക്കൾ. ഇംഗ്ലീഷിൽ അതിൽ എഴുതിയിരിക്കുന്നത് കവേർഡ്ലി എന്നാണ്. അതിന്റെ അർത്ഥം, അതിന്റെ ഒറിജിനൽ ഭാഷയിൽ ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ ശൂന്യമായ വിശ്വാസമുള്ളവർ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വിശ്വാസത്തെ തള്ളിക്കളയുന്നവർ. ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, നിന്ദ വരുമ്പോൾ, ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്കിങ്ങനൊരു വിശ്വാസം വേണ്ടായേ എന്ന് പറഞ്ഞ് യേശുവിനെ വരെ തള്ളിപ്പറയുന്നവരെ വിളിക്കുന്ന പേരാണ് ഭീരുക്കൾ. ഇങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെട്ടെങ്കിലും ഇതൊരു വലിയ തിയോളജിക്കൽ പ്രോബ്ലമാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട പിന്നെ എപ്പോഴും രക്ഷിക്കപ്പെട്ടതാണോ അതോ പെട്ടുകൊണ്ടേയിരിക്കണോ, നീ അവിടെ കാണുമല്ലോ എന്നൊക്കെയുള്ള ഒത്തിരി ഡിബേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ 8-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നീ കർത്താവിനെ അറിഞ്ഞതെങ്കിലും അറിഞ്ഞ കർത്താവിനെ നിനക്ക് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നിന്നെ തന്റെ കുടുംബത്തിൽ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ തന്ന് യേശുവിന്റെ സ്വന്തമായി അവൻ നിന്നെ വീണ്ടെടുത്തതിനു ശേഷം എനിക്ക് അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരൊറ്റ ഒരുത്തരും പുതിയ യെരൂശലേമിൽ ചെല്ലുകയില്ല എന്ന് ദൈവം തന്നെ വിളിച്ചു പറയുകയാണ്. ആ വാക്കൊന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. എന്താണ് ഭീരുക്കൾ, കവേർഡ്ലി? ആ വാക്ക് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ ഇപ്രകാരം അവരോട് പറയുകയാണ്, യു പീപ്പിൾ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. മത്തായി സുവിശേഷം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു പറയുന്നു, യു പീപ്പിൾ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത് വൈ ആർ യു സോ അഫ്രൈഡ്? അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളായി പോയല്ലോ. യേശുവിന്റെ കൂടെ നടപ്പ്, പക്ഷെ പേടിച്ചാ നടക്കുന്നത്. ഇങ്ങനെയുള്ളവൻ സ്വർഗത്തിൽ പോത്തില്ലെന്ന കർത്താവ് പഠിപ്പിച്ചത്. പൗലോസ് പഠിപ്പിച്ചു 2 തിമോത്തി 1:7, യഹോവയായ ദൈവം നമുക്ക് തന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സ്വർഗത്തിൽ നിന്നെ കൊണ്ടുപോകാനുള്ള സുബോധത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. നീ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇത് വെളിയിലുള്ളവരോടല്ലെന്ന്, ഇത് സഭയ്ക്കകത്തുള്ളവരോടാണ്. ഇതേ കാര്യം തന്നെ കർത്താവ് സ്മിർന സഭയോട് പറഞ്ഞു. സഭയ്ക്കകത്ത് ദൂത് കൊടുക്കുകയാണ് കർത്താവ്. 2-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ സ്മിർന സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ഇപ്രകാരമാണ് കർത്താവ് പറഞ്ഞത്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തരായിരിക്ക. മരണപര്യന്തം പേടിച്ച് ജീവിക്കണമെന്നല്ല പറയുന്നത്, മരണപര്യന്തം വിശ്വസ്തത പാലിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. 1, കവേർഡ്ലി, ഭീരുക്കൾ. 2, ദി അൺബിലീവിംഗ്, അൺഫെയ്ത്ത്ഫുൾ, അവിശ്വാസികൾ.
എന്ന് പറഞ്ഞാൽ അൺട്രസ്റ്റ് വർത്തി, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, സത്യത്തെ ത്യജിക്കുന്നവൻ, ദൈവത്തിൽ ആശ്രയം വെക്കാത്തവൻ, ക്രിസ്തുവിനോടുള്ള ലോയൽറ്റി ബ്രേക്ക് ചെയ്യുന്നവൻ, ക്രിസ്തുവിനെ ത്യജിച്ചു പറയുന്ന ഒറ്റ വ്യക്തിയും പുതിയ യെരൂശലേമിൽ കയറുകയില്ല. പാട്ടുപാടിക്കൊണ്ട് നടക്കാം, കർത്താവേ നീ എല്ലാം പുതുതാക്കുന്നു എന്ന് പറഞ്ഞ്, പക്ഷെ പുതുമ ജീവിതത്തിൽ വരികയില്ല. ഇവിടെ സ്മിർന സഭയ്ക്കും ഇത് ദൂത് കൊടുത്തു. 2:10 വായിച്ചിരുന്നു. ബി ഫെയ്ത്ത്ഫുൾ ഈവൻ ടു ദ പോയിന്റ് ഓഫ് ഡെത്ത് ആൻഡ് ഐ വിൽ ഗീവ് യു ലൈഫ് ആസ് യുവർ വിക്ടേഴ്സ് ക്രൗൺ. ഇത് സ്മിർന സഭയ്ക്ക് മാത്രമല്ല, യഹോവയായ ദൈവം പെർഗമം സഭയ്ക്കും കൊടുത്തു ഈ ദൂത് തന്നെ. സഭയ്ക്കകത്തിരിക്കുന്ന വിശ്വാസികളോട് ദൈവം വിളിച്ചു പറഞ്ഞ ദൂതാണ്. അവിശ്വാസി ഒരെണ്ണവും പുതിയ യെരൂശലേമിൽ കയറുകയില്ല. ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പോസിനെ കൊന്ന കാലത്ത് പോലും നീ എന്നിലുള്ള വിശ്വാസം നീ നിഷേധിച്ചിട്ടില്ല. ഭീരുക്കൾ, വിശ്വാസികൾ. 3, ഇംഗ്ലീഷിൽ പറയുന്നത് ദ വൈൽ എന്നാണ്. വേറൊരു ട്രാൻസ്ലേഷനിൽ അബോമിനബിൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അറയ്ക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ദോസ് ഹു സ്റ്റിങ്ക് എന്ന് പറഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന. എത്ര വലിയ പെർഫ്യൂം അടിച്ചാലും അത് നിന്റെ ശരീരത്തിന്റെ വാട മാറ്റാം, എന്നാൽ നിന്റെ ആത്മീയത്തിന്റെ ദുർഗന്ധം മാറ്റണമെങ്കിൽ കർത്താവ് തന്നെ നന്നായി കഴുകിയാലേ ഒക്കത്തുള്ളൂ. ആ കഴുകൽ അവസാനം വരെ മുറുകെ പിടിക്കണം. അല്ലെങ്കിൽ പാപം ചെയ്ത് പാപം പഴുത്ത് വിളഞ്ഞു പൊട്ടി അത് ചലമായി മാറി നിന്നെ നാറുന്ന അനുഭവത്തിൽ അങ്ങനെയുള്ളവർ ഒരിക്കലും സ്വർഗത്തിൽ പോകുകയില്ല. അങ്ങനെയുള്ളവരെ വിളിച്ച പേരാണ് സോദോമ്യർ. ഹോമോസെക്ഷൽ, സോഡോനോമി, ഡിറ്റസ്റ്റബിൾ ആക്ട് ചെയ്യുന്ന സഭയിലെ വിശ്വാസികൾ കർത്താവ് ദൂത് കൊടുക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരെണ്ണവും ഞാൻ അവിടെ കയറ്റുകയില്ല. ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ ഇങ്ങനെയൊക്കെ ഇത്രയും ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആരാ പോന്നേ? എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ ഒരു കൊച്ചമ്മ ഇപ്രകാരം പറഞ്ഞു, ദൈവമേ ആത്മീയഗോളം ഇങ്ങനെ അത് പതിച്ചു പോയല്ലോ, അങ്ങനാന്നേ കർത്താവ് വന്നു കഴിഞ്ഞാൽ ആരാടാ ഇവിടുന്ന് പോന്നേ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചമ്മയുടെ ഒരു കൊച്ചു മോനുണ്ട്, ഒരു മോൻ, കൊച്ചു പയ്യനാ അവൻ, എൻ്റെ ഒരു കസിൻ. അവൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല മമ്മി, കർത്താവ് വരും, കർത്താവ് വന്ന് ആരെയും കൊണ്ടുപോകാൻ കിട്ടിയില്ലെങ്കിൽ പോയിച്ച് പിന്നെ ഒന്നുകൂടെ വരും. അങ്ങനെ നിന്റെ സ്വഭാവം അനുസരിച്ച് വന്നും പോയി നിൽക്കുന്നവനല്ല കർത്താവ്, അന്നേരം ഉള്ളവനെ കൊണ്ടുപോകും കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രി ചത്തു കഴിഞ്ഞ പാപം, ദുർഗന്ധം വമിക്കുന്ന ഏതെങ്കിലും സ്വഭാവം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കാൽവരി ക്രൂശിന്റെ അടുത്ത് വന്ന് ഒരു നല്ല കഴുകൽ പ്രാപിച്ച് കർത്താവേ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം മാത്രമായിട്ട് ഇന്ന് ഭവനത്തിലേക്ക് പോകാം. നാലാമത്തെ കൂട്ടരെ വിളിച്ച പേരാണ് കൊലപാതകന്മാർ. വെളിയിലെങ്ങും പോകണ്ട. പണ്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു, ദൈവമേ പരസ്യയോഗം നടത്തുന്നത് വെളിയില. എന്താ പരസ്യയോഗം എന്നുള്ള വാക്ക് തന്നെ ഓപ്പൺ എയർ എന്ന അതിന്റെ അർത്ഥം. നമുക്ക് ഓപ്പൺ എയർ നടത്താം എന്ന് പറഞ്ഞാൽ നമുക്ക് സഭയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങി സഭയിലിരിക്കുന്നവരെല്ലാം വിശുദ്ധന്മാരാ. ഇനി നമുക്ക് രക്ഷിക്കേണ്ടത് ആരെയാ? മാർത്തോമക്കാരനെ, യാക്കോബക്കാരനെ, ആ ഹിന്ദുവിനെ, ആ മുസൽമാനെ, അവനെ എല്ലാം ദൈവമില്ലല്ലോ, അവനെ നമുക്ക് നടത്താമെന്ന് പറഞ്ഞു വെച്ച് ഓപ്പൺ എയർ നടത്താൻ പോകും പാപികളെ. എന്നാൽ ഇന്ന് ഓപ്പൺ എയർ നടത്തേണ്ടത് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയ്ക്കകത്താണ് ഓപ്പൺ എയർ നടത്തുന്നത്. ഇന്ന് രാത്രി ഞാനിവിടെ ഓപ്പൺ എയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി കോൺഫറൻസിലല്ല പ്രസംഗിക്കുന്നത്, ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പ്രസംഗിക്കുന്നത്, ഓപ്പൺ എയറിൽ ഞാൻ സംസാരിക്കുകയാണ്. മർഡറേഴ്സ്, മർഡർ, സ്ലേ.
മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. For out of our heart evil thoughts, murder, adultery, sexual immorality, theft, false testimony, slander, these are what defile a person. ഇങ്ങനെയുള്ള ഒരൊറ്റ വ്യക്തിയും പുതിയ ചിലവ് കറത്തില്ല. അന്യഭാഷ ഒന്നും അധികം ഇന്ന് രാത്രി വരത്തില്ലെന്ന് എനിക്കറിയാം. അന്യഭാഷ പറഞ്ഞ് കേട്ട് പ്രസംഗിക്കുന്ന ആളുമല്ല ഞാൻ. 5, ദി സെക്ച്വലി ഇമ്മോറൽ. ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്, ഫോർണിക്കേറ്റേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചാണ്. അയ്യോ, സഭയിലോ ഒന്നും പറയണ്ട. ഇത് ഒരിക്കൽ പൗലോസ് വിളിച്ചു പറഞ്ഞു. അത് നമ്മൾ വായിക്കുന്നത് 1 കൊരിന്ത്യൻസിലാണ്. 1 കൊരിന്ത്യൻസ് chapter 5 verses 9-11. ഞാനത് ഇംഗ്ലീഷിൽ ആദ്യം പറയുന്നു, പിന്നെ മലയാളത്തിൽ പറയും. ഐ റോട്ട് ടു യു. അവിടെ എഴുതി വെച്ചായിരുന്നു കേട്ടോ. കർത്താവോട് പറയണ എഴുതറാന്ന് പറഞ്ഞു. യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചു, പലരെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചു. അതുകൊണ്ട് നമുക്കെന്നെ അന്ന് എഴുതിപ്പിച്ചു. ഐ റോട്ട് ടു യു ഇൻ മൈ ലെറ്റർ നോട്ട് ടു അസോസിയേറ്റ് വിത്ത് സെക്ഷുവലി ഇമ്മോറൽ പീപ്പിൾ, നോട്ട് അറ്റ് ഓൾ മീനിങ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് ദിസ് വേൾഡ് ഹു ആർ ഇമ്മോറൽ. ലോകക്കാരനെ കുറിച്ചല്ല ഞാനിത് പറയുന്നത്. Or the greedy and the slanderers or idolaters. In that case, you would have to leave this world. But now, I am writing to you that you must not associate with anyone who claims to be a brother or a sister in the church. But is sexually immoral or greedy, or an idolater, or slanderer, a drunkard, or a swindler, do not even eat with such people. അങ്ങനെയെങ്കിൽ കോൺഫറൻസിൽ ഇരുന്ന് ടേബിളിൽ ഇരിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കണം സ്നാക്സ് കഴിക്കുമ്പോൾ. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ, അത്യാഗ്രഹികളോടോ, പിടിച്ചുമാറിക്കാരോടോ, വിഗ്രഹാദികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ, അത്യാഗ്രഹിയോ, വിഗ്രഹാരാധിയോ, വാവിഷ്ണക്കാരനോ, മദ്യപാനിയോ, പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്ക പോലും അരുത് എന്നത്തെ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് എന്ന ഈ വചനം സത്യമെങ്കിൽ സഭയിലുള്ള എല്ലാവരും കർത്താവിന്റെ ആ പട്ടണത്തിൽ ചെല്ലുകയില്ല. കുറെ പേര് ചെല്ലും, അല്ലേ? കുറെ പേര് ചെല്ലും, കുറെ പേര് പോകയില്ല. കൈയടിച്ചതും പാട്ടുപാടിയതും കോൺഫറൻസിന് രജിസ്ട്രേഷൻ കൊടുത്തതും സ്പോൺസർ ചെയ്തതും അത് ചെയ്തതും ഇത് ചെയ്തതും എല്ലാം ഇവിടെ കിടന്ന് കയ്യും കാലും അടിക്കുകയല്ലാതെ ഈ പുത്തനാം യെരൂശലേമിൽ എത്തും കാലമാർക്കുമ്പോൾ എന്ന് പാട്ടും പാടി നടക്കുകയല്ലാതെ. ഈ ദൂത് തന്നെ ദൈവം പെർഗമം സഭയ്ക്ക് കൊടുത്തു. കേട്ടാട്ടെ, 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ പെർഗമം സഭയോട് ദൈവം ഈ ദൂത് പറഞ്ഞതാണ്. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. എവിടെ? സഭയ്ക്കകത്തിരിപ്പുണ്ടെന്ന്. ദൈവമേ, ഞാൻ വിചാരിക്കാറുണ്ട് അവരെ പോറ്റുന്ന പാസ്റ്റർമാർക്ക് എത്ര ഗ്രൗണ്ട് കൊടുത്താൽ പറ്റും? ഇതേ ദൂത് തുയഥൈര സഭയ്ക്ക് ദൈവം കൊടുത്തു. 2:21-22 ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യവഹരിക്കുന്നവരെ
അവളുടെ നടുപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിൽ വാക്കും. കടന്നവളെയും കൂടെ കടക്കാൻ പോയവനെയും ദൈവം കഷ്ടപ്പെടുത്തും, പട്ടണത്തിനകത്ത് കയറ്റത്തില്ലെന്ന ഈ ഊതഴി വച്ചിരിക്കുന്നത്. കഴിഞ്ഞ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കോൺഫറൻസിൽ 2014 12 എന്ന് എനിക്കറിയത്തില്ല, ഇതേ സ്റ്റേജിൽ ഞാൻ നിന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് രാത്രിയിലത്തെ വ്യാഴാഴ്ച രാത്രിയിൽ അന്ന് ഞാൻ സംസാരിച്ചത്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ആ ഡോറിലൂടെ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ദൈവദാസൻ അവിടെ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ വലിയ ഭാവത്തിൽ അവിടെ നിന്ന് ഇച്ചിരി മൂർച്ചയായി പോയി. ഇന്ന് രാത്രി പറഞ്ഞ വാക്കുകളും അല്പം കട്ടിയായി പോയി. അതിന്റെ ഒന്നും അത്ര ആവശ്യമില്ലായിരുന്നു. ഞാനൊരു അക്ഷരം മിണ്ടിയില്ല. എന്റെ തൊട്ടടുത്ത് വേറൊരു ദൈവദാസൻ നിന്നു. അദ്ദേഹം അതിന് മറുപടി കൊടുത്തു. കയ്യിരിക്കുന്ന പുസ്തകത്തിനും കട്ടിയുണ്ടെന്ന് ഓർത്തോണെന്ന് പറഞ്ഞു. മിണ്ടാതെ നാട്ടിൽ പറയുന്നത് പോലെ, ആ വാല് വെച്ച പട്ടി എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന വചനം ഇച്ചിരി കട്ടിയുള്ളതാ കേട്ടോ, ഗൗരവമുള്ളതാ. കുഴപ്പമില്ല, തീരാറായി, നമ്മൾ അടുത്തടുത്ത് വരിക. Those who practice magic arts, ഇംഗ്ലീഷിൽ സോർസറേഴ്സ് എന്ന് പറയും. അയ്യോ, സഭയിൽ മാജിക്കുകാരുണ്ടോ? സഭയിലെ ക്ഷുദ്രം എന്ന മലയാളത്തിൽ ക്ഷുദ്രക്കാരെന്ന. ഞാൻ വിചാരിച്ചോടെ സഭയ്ക്ക് വെളിയിലായി ഈ പ്രയോഗം നടത്തുന്നതെന്ന്. ഇതിന്റെ ഗ്രീക്ക് പദത്തിൽ ഇതിന് കൊടുത്തിരിക്കുന്ന പദം ഫാർമക്കോയ് എന്നാണ്. ഫാർമക്കോയ്, ആ പദത്തിൽ നിന്നാണ് നമ്മുടെ ഫാർമസി, ഫാർമസിസ്റ്റ്, ഫാർമസ്യൂട്ടിക്കൽ ഒക്കെ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിഷം കലക്കുന്നവൻ എന്ന പച്ച മലയാളത്തിൽ. കെമിക്കൽ ഇട്ട് മനുഷ്യർക്ക് കൊടുത്ത് അവനെ പോയിസൺ പിടിപ്പിച്ച് അവനെ ചില റിലീജിയസ് ഇൻകാന്റേഷൻ അല്ലെങ്കിൽ ചില പ്രത്യേക ഫോർമുലകൾ ഉപയോഗിച്ച് അവനെ മയക്കിയടിച്ച് അവനിൽ നിന്ന് കിട്ടാവുന്നതിന്റെ പരമാവധി കിട്ടുന്ന സഭയിൽ നടക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. അവരെ ദൈവം വിളിച്ച പേരാണ് ക്ഷുദ്രക്കാർ. പ്രാർത്ഥിക്കാൻ പോകും, ക്ഷുദ്രം ഇറക്കാൻ. എവിടാ? ആരാണ്ട് ക്ഷുദ്രം ചെയ്തെന്ന് പറഞ്ഞ് വെളിയിലിറക്കാൻ പോകും. പക്ഷെ നിന്നെ ക്ഷുദ്രം ചെയ്ത് അകത്ത് തന്നെ. അതുകൊണ്ട് പൗലോസ് വിളിച്ചു പറഞ്ഞത്, അല്ലയോ ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നീ യേശുവിനെ ഞാൻ നിനക്ക് മുൻപിൽ വരച്ചു കാട്ടിയിരിക്കെ നിന്നെ ഈ ക്ഷുദ്രം ചെയ്ത മയക്കിയത് ആരെ കുറിച്ചാ പറയുന്നത് അറിയാമോ? ദുരുപദേശം പ്രസംഗിക്കുന്ന, കർത്താവിന്റെ വചനം വാടി വളച്ച് മരുന്ന് കൊടുത്ത് കലക്കിയതുപോലെ ഇളക്കി പരിപ്പിച്ച് നിന്നെ മുറിപ്പിച്ച് സ്പ്രിങ്ങിൽ നിന്ന് നിന്നെ ആട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിന്റെ വചനം അകത്ത് കത്താതെ നിന്നെ ഒരു വല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ആത്മീയ ഗോളമായി പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി വേദനയോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവവചനത്തിന്റെ ശക്തിയിൽ ദൈവമക്കൾ വളരണം, ആത്മാവിൽ വളരണം. അങ്ങനെ തന്നെ ആണോ എന്ന് വായിച്ചു നോക്കണം. കാറ്റിനാൽ ഉലയുന്ന ഓട പോലെ, ഹല്ലേലൂയ, ഒരു മതിൽ പോലെ ജീവിതമായി പോകരുത്. നിന്നെ ആരെയും ക്ഷുദ്രം ചെയ്ത് മറ്റൊരു പ്രവാചകനും മറ്റൊരു ശാപം മുറിക്കുന്നവനും മറ്റ് ചിരിച്ചു കളയുന്നവനും നിന്നെ മയക്കിക്കളഞ്ഞ് നിന്റെ സമ്പാദ്യം മുഴുവൻ നശിപ്പിക്കുന്ന ഒറ്റ ഒരുത്തന്റെ അടുത്ത് നീ പോകരുത്. ഒരു രാജ്യത്തന്നെ മീറ്റിങ്ങിന് വേണ്ടി കിട്ടുമ്പോൾ വിളിച്ച് പാസ്റ്റർക്ക് അന്ന് ആ ഡേറ്റ് സൗകര്യമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാൻ. കുറച്ച് കഴിഞ്ഞ് കമ്മിറ്റിക്കാർ ആലോചിച്ച് വിളിച്ചു പറഞ്ഞു. ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ അതവർ സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? പാസ്റ്റർ ദൈവത്തിന് മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്നാ പറഞ്ഞേ. ഞാൻ ചോദിച്ചു പിന്നെ എന്തോ പറയണം? അവർക്ക് അത് മാത്രം പോരാ, അവർക്ക് വേറെ ചിലതൂടെ വേണം. ഞാൻ പറഞ്ഞ് അതിന് എൻ്റെ കയ്യിൽ അതില്ല. നോക്കണേ, ക്ഷുദ്രം ചെയ്തിട്ടേച്ചു പോയ ഇടപെട്ട ജനത്തിന് അതില്ലേ, പിന്നെ അവന് ഉറക്കം വരത്തില്ല. ദൈവം അവന്റെ അകത്ത് കയറിയ പറ്റത്തില്ല. ചിലരോട് പറഞ്ഞു, പാസ്റ്ററെ പ്രസംഗിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഇന്നത്തെ ജനത്തിന് ആത്മീയകോളത്തിന് വേണമെന്ന് അത് മാത്രം പോരാ, കണ്ണടച്ചൂടെ നിന്ന് പറയണം.
ഞാൻ പറയടാ, ഞാൻ എൻ്റെ കണ്ണ് തുറന്നുകൊണ്ടിരുന്നു തന്നെ ഞാൻ പറയുന്നത്. ചിലർ പറഞ്ഞിട്ടുണ്ട്, സാങ്കുട്ടി നിന്റെ ശുശ്രൂഷ വിജയിക്കണമെന്നുണ്ട് നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങണം. ഞാൻ ചോദിച്ചതിന് ഇറങ്ങി എല്ലാവൻ്റെയും തലയിലൊരു കൈവെക്കണം. ഞാൻ ചോദിച്ചോടാ, അവൻ തന്നെ അങ്ങ് വെച്ചോട്ടെ, ഞാനെന്തിനാ വെക്കുന്നത്? അയ്യോ, ഞാൻ ഇതുവരെയും ഗുണപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തലേ കൈവച്ചങ്ങ് തന്നെത്താനങ്ങ് പ്രാർത്ഥിച്ചാ പോരായോ? എന്തിനാ വല്ലഭാസ്ത്രന്മാരും വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരൊറ്റ ക്ഷുദ്രക്കാരനെയും യെരുശലേമിൽ കയറ്റത്തില്ല കേട്ടോ. കയറ്റും. എവിടാ? അവിടെ ചെന്ന് ഇവിടെ ഒരു യെരുശലേമുണ്ട്, അവിടെ പോയി കണ്ടേച്ച് പോകത്തേ ഉള്ളൂ. പക്ഷെ വേറൊരു പുതിയ ഒരെണ്ണം വരുന്നു, അതാ ഇന്നത്തെ തീമ. അങ്ങോട്ട് കയറ്റത്തില്ല. ഇവിടുത്തെ ഇമ്മറത്തെ നാട്ടിൽ പോയി കണ്ടേച്ച് പോകണം, അവിടുത്തെ ദോഷം കഴിച്ചേച്ച് പോയിക്കോണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ കർത്താവ് ഒരുക്കുന്ന പുത്തൻ നാട്ടിൽ കയറാമെന്നൊന്നും വിചാരിക്കണ്ട. അടുത്തത് 7 ഐഡോളറ്റേഴ്സ്, ബിംബാരാധികൾ എന്നാ അതിന്റെ മലയാളം. ഇമേജ് വർഷിപ്പേഴ്സ്. ഇതും സഭയ്ക്കകത്തുണ്ടായിരുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം പൗലോസ് പറയുന്നു, For of this you can be sure, no immoral, impure or greedy person, such a person is an idolater, has any inheritance in the kingdom of Christ and of God. തുറന്നടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ, ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും വരാനിരിക്കുന്ന രാജ്യമുണ്ടല്ലോ, തരിച്ചു കടന്നാൽ പോലും കേട്ടത്തില്ല. നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് തന്നെ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഡിയർ ചിൽഡ്രൻ, 1 John 5:21, ഡിയർ ചിൽഡ്രൻ, കീപ് യുവർസെൽഫ് ഫ്രം ഐഡോൾസ്. 8 ഓൾ ലയേഴ്സ് എന്ന ഇംഗ്ലീഷ്, പക്ഷേ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാ, സ്ക്രീനിലുണ്ടോ നമുക്ക് സാധനം, ഫോഷ്ക്, എല്ലാ ഫോഷ്കും. 8-ാം വാക്യം, ഓൾ ലയേഴ്സ്. ദാറ്റ് മീൻസ് ലയിങ് ഇൻ ദ ഡിനയൽ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ those who compromise their behavior, lifestyle or with false doctrine. ആരാണ് കള്ളനെന്നും അദ്ദേഹം തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 1 John 2:4, whoever says I know him but doesn't do what he commands is a liar. കർത്താവിനെ എനിക്കറിയാം, പക്ഷെ അവൻ പറഞ്ഞൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവനെ എല്ലാം വിളിക്കേണ്ട പേരെന്താ? ഫോഷ്ക് പറയുന്നവൻ കള്ളൻ. 1 John 2:22, who is a liar? It is whoever denies that Jesus is the Christ, such a person is antichrist, denying the faith and the Son. 1 John 4:20, whoever claims to love God yet hates brother or sister is a liar. കേട്ടാട്ടെ, കർത്താവിനോട് എനിക്ക് വലിയ കാര്യമാ എന്ന് പറയും സഭയിലുള്ള വിശ്വാസികളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, സ്വന്തം കുടുംബത്തിലെ സഹോദരങ്ങളോടും സഹോദരിമാരോടും സ്നേഹിക്കാത്തവനെ വിളിക്കുന്ന പേരാണ് വിശ്വാസി എന്നല്ല വിളിക്കുന്നത്. മഹാപോഷ്ക് പറയുന്നവൻ, മഹാകള്ളൻ. ഇങ്ങനെയുള്ളവനെ എവിടെ കയറ്റുകയില്ല, ആ രാജ്യത്തിൽ കയറ്റത്തില്ല. അങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും, സ്വന്തം സഹോദരനോടോ സഹോദരിയോടോ അല്ല സഭയിലുള്ള മറ്റു വ്യക്തികളോടോ നിങ്ങൾക്ക് സ്നേഹമില്ലാതെ പോയാൽ നീ കള്ളനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനെ പറഞ്ഞ, ഞാൻ പറഞ്ഞല്ലേ കേട്ടോ. ദോസ് ഹു ചീറ്റ്, അനന്യാസും സഫീറയും. പത്രോസ് ചോദിക്കുകയാണ്, എടാ എന്താ ഇങ്ങനെ കള്ളം പറഞ്ഞത്? ഒരാൾ മാത്രമല്ല, കുടുംബം മുഴുവൻ പറഞ്ഞു. എഫെസോസ് സഭയോട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇത് തന്നെ ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ കള്ളന്മാരുണ്ട്. Those who call themselves apostle. അവൻ ശരിക്കും അപ്പോസ്തലനല്ല, പക്ഷെ പ്രസന്റ് ചെയ്യുന്നത് ഞാൻ അപ്പോസ്തലൻ. ഇങ്ങനെയുള്ളവനെ വിളിക്കുന്ന പേരെന്താ? പണ്ടാൾ പറഞ്ഞ അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്പോൾ സ്ഥലത്തുള്ളവനാണെന്ന് അല്ല കേട്ടോ. അതിനാ കോളേജിലൊക്കെ പോയി പഠിക്കേണ്ടി വരേണ്ടത്. അപ്പൊ ഞാൻ അപ്പോസ്തലൻ അല്ല, എന്നാൽ ഞാൻ ഇത് തന്നെയാ എന്ന് പറഞ്ഞ് നടക്കുന്നവൻ അവൻ മഹാകള്ളനാണ്. 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ those who lie to one another, saying that they are true people of God and then rejecting Christ. ഫിലദൽഫിയ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, I will make those who are of the synagogue of Satan, who claim to be Jews, though they are not, but are liars, I will make them come and fall down at your feet and acknowledge that I have loved you.
പ്രൈസ് ലോർഡ്. ഞാൻ അങ്ങ് പോവുക. 21-ാം അധ്യായത്തിന്റെ അവസാനം വായിക്കുമ്പോൾ ഒരു ലിസ്റ്റോടുണ്ട്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. ഗലാത്യ ലേഖനം 5 കൊരിന്ത്യർക്ക് പണ്ട് എഴുതികാരൻ ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ഗലാത്യർക്ക് എഴുതി വെച്ചതുപോലെ ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, വ്യഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത മുതലായ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോഴും പറഞ്ഞ് കൂടെ കൂടെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആര് കേൾക്കാനാ? വീണ്ടും പറഞ്ഞു. 1 Corinthians 6 ഇപ്രകാരം പറഞ്ഞു. 1 Corinthians 6:9 അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. 1-2 കാരോട് പറഞ്ഞു പെട്ടെന്നിരിക്കാം. വളരെ വേദനയോടുകൂടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 10-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ദീസ് തിങ്സ് ഹാപ്പൻഡ് ടു ദം ആസ് എക്സാമ്പിൾസ്. എന്തുവാ? പർവ്വതം പോകുന്നതും കണ്ടു, പാമ്പ് കടിയിൽ നിന്ന് രക്ഷയേറ്റു, മേളിൽ നിന്ന് മന്ന പൊഴിഞ്ഞ് കഴിക്കുകയും ചെയ്തു, അത്ഭുതം, അടയാളം, വീര്യപ്പെടുത്തലും കണ്ടു. പക്ഷെ അങ്ങ് എന്നില്ല. എന്നിട്ട് പൗലോസ് പറയുക, ഇത് നിങ്ങൾക്ക് ഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് ആരെങ്കിലും നിൽക്കുന്നോ തോന്നുന്നവൻ മുറുകെ പിടിച്ചു, നീയും പോകടിക്കും കേട്ടോ എന്ന് പൗലോസ് നേരത്തെ പറഞ്ഞതാ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത, എടോ അത് പൗലോസ് ഗലാത്യർക്കും എഴുതി, എഫെസോർക്കും എഴുതി, കൊരിന്ത്യർക്കും എഴുതി, അതിന് എനിക്കെന്നാ? അവസാനം ദൈവം നിന്നോണ്ട് പറയാ, 21-ന്റെ 8 പറയാ, അവർക്കൊക്കെ അന്ന് പൗലോസ് എഴുതിയെങ്കിൽ ഇന്ന് നിനക്ക് രാത്രി ഞാൻ എഴുതുകയാണെന്ന് പറഞ്ഞ് ദൈവം തന്നെ നിന്ന് പറയുകയാണ്, ബിഹോൾഡ് ഐ മേക്ക് എവറിത്തിങ് ന്യൂ. എല്ലാവർക്കും വരാനിരിക്കുന്ന ഒരു വലിയ ഉത്സവത്തെ കുറിച്ച് കർത്താവ് വിളിച്ചു പറയുകയാണ്, തന്റെ സ്നേഹം കൊണ്ട് പറയുകയാണ്. ഇങ്ങനെയുള്ളവനൊന്നും ഇതിനകത്ത് കയറുകയില്ല. പിന്നെ ആരാ കയറുന്നേ? ജയിക്കുന്നവനോ? ഈ പറഞ്ഞതിലെ ഒക്കെ നിന്ന് ജയിക്കുന്നവൻ അവൻ കയറും. ഇനി ചിലര് എക്സ്ക്യൂസ് പറയാനുണ്ട്, കർത്താവേ അല്ലെ കർത്താവെ ഞാൻ കള്ളം പറയാനൊന്നും തുനിഞ്ഞതല്ലേ കേട്ടോ, അവനാ എന്നെ കൊണ്ട് പറയിപ്പിച്ചേ, എനിക്കിങ്ങനൊരു കാര്യം വേണ്ടായിരുന്നു, പക്ഷെ അവനാ ചെയ്യിച്ചത് എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. ഒരു ജൂയിഷ് സ്റ്റോറി ഉണ്ട്. ആ ജൂയിഷ് സ്റ്റോറിയില് പ്രകാരമാണ് പറയുന്നത്. 2 ജൂയിഷ് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യഹൂദൻ മറ്റ് യഹൂദനോട് പറഞ്ഞു, സാറേ റബ്ബായ്, ദൈവം ന്യായം വിധിക്കുന്ന സമയത്ത് ശരീരം ആത്മാവിനോട് പറയും, ശരീരം ദേഹിയോട് പറയും, ദ ബോഡി വിൽ ടെൽ ദ സോൾ. ബോഡി എടാ നീ എന്നിൽ നിന്ന് വിട്ടുപോയ ദിവസം എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല, ഞാൻ എങ്ങനെ എനിക്ക് പാപം ചെയ്യാൻ കഴിയും? ഒരു ശവത്തെ പോലെ ഞാൻ സെമിറ്ററി കിടക്കുകയായിരുന്നടാ, നീ എന്റെ അകത്ത് വന്നിരുന്നത് കൊണ്ടാ ഞാൻ പാപം ചെയ്തു പോയെ. ഇത് കേട്ടോണ്ട് ദേഹി പറയും, എടാ ആ ദിവസം നിന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ വെളിയിൽ പോയ ദിവസം ഉണ്ടല്ലോ, അത് ഓർക്കുമ്പോ എനിക്ക് എന്ത് സന്തോഷമാ. പോയത് നന്നായി, എനിക്ക് ഇങ്ങനെ പറഞ്ഞ് ദൈവസന്നിധി നടക്കാം. നീ അവിടെ കിടക്ക. ഇങ്ങനൊന്നും ഒഴിവ് കഴിവ് പറയുവാൻ സാധ്യമല്ല എന്ന് മറ്റേ യഹൂദൻ ഇവനെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടി അദ്ദേഹം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു രാജാവ് തന്റെ ഒരു തോട്ടത്തിൽ പഴുത്ത് കിടക്കുന്ന അത്തിപ്പഴം, അതിനെ സൂക്ഷിക്കാൻ വേണ്ടി 2 കാവൽക്കാരെയാക്കി. ഒരുത്തൻ മുടന്തൻ, മറ്റവൻ അന്ധൻ, ലെയിം ആൻഡ് ബ്ലൈൻഡ്. എന്നിട്ട് യജമാനൻ പറഞ്ഞടാ നോക്കിക്കോണം, പഴുത്ത് ഒറ്റ ഒരെണ്ണം ഇവിടുന്ന് പോകരുത്, സൂക്ഷിച്ചോണെന്ന് പറഞ്ഞേച്ച് രാജാവ് പോയി കഴിഞ്ഞപ്പോൾ മുടന്തന് തോന്നി, എനിക്ക് നടക്കാൻ വയ്യ, പക്ഷെ എനിക്ക് കാണാം. അന്ധനോട് പറഞ്ഞടാ നന്നായി പഴുത്ത് കിടക്കുക, നീയൂടെ സഹകരിച്ചാൽ ഞാൻ നിന്റെ പുറത്ത് കയറാം, നീ നടന്നാ മതി, ഞാൻ പറിക്കാം, നമുക്ക് രണ്ടും ഇഷ്ടം പോലെ കഴിക്കാം. അവിടെ കഴിച്ചു സുഖമായി ഇരിക്കുന്ന സമയത്ത് യജമാനൻ വന്നു. യജമാനൻ വന്നു, എന്തിടാ പഴം പറഞ്ഞ് ആദ്യം മുടന്തും പറഞ്ഞു. യജമാനൻ എന്തുവായി പറയുന്നത്? എന്റെ കാലേ നോക്ക്, ഞാൻ മുടന്തി നടക്കുക, എനിക്ക് അനങ്ങാൻ പോലും വയ്യ, ഈ വയ്യാതിരിക്കുന്ന ഞാനെങ്ങനെ ഇതിനകത്ത് കയറുന്നേ?
അന്തനെ വിളിച്ചു, എന്തിയാടാ പഴം? അങ്ങെന്തുവായി ചോദിക്കുന്നത്? എനിക്ക് കണ്ണു കാണും, പഴം എവിടെ കിടക്കുന്നത് എനിക്കറിയാവോ? രാജാവ് പറഞ്ഞു, മുടന്തനെ അന്തനെ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, മുടന്തൻ കേരള അന്തന്റെ പുറത്ത് കയറാൻ പറഞ്ഞു. കേറ്റി നിർത്തി. ഇപ്പോഴോടാ, ഇപ്പൊ പറിക്കാൻ ഒക്കൂലോടാ എന്ന് പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറയാൻ പറ്റത്തില്ല. കൂടി ആലോചിച്ച എല്ലാവരെയും ദൈവം ഒരുമിച്ച് നിർത്തി ദൈവം ന്യായം വിധിക്കും. കമ്മിറ്റിക്കാരെ ഒരുമിച്ച് കൊണ്ടുവരും, ബോർഡ് മെമ്പേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരും, ജനറൽ കൗൺസിലുകാരെ ഒരുമിച്ച് കൊണ്ടുവരും, എല്ലാ ട്രസ്റ്റീസിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നിനക്കൊന്നും അതിനകത്തൊന്നും ഒഴിഞ്ഞു മാറിയിരിക്കാൻ ഒക്കത്തില്ല. ദൈവം നിന്നെ കൂട്ടത്തോടെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി അറിഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. അന്നൊന്നും വേറെ ആർക്കും അവിടെ ഷൈൻ ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞാട് തന്നെ വിളക്കായിരിക്കും, കർത്താവ് തന്നെ അവിടെ ഷൈൻ ചെയ്യും. നമുക്കെല്ലാം ദൈവസ്ഥലം എഴുന്നേൽക്കാം. ഒരു 1-2 നിമിഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നാം ഇന്നൊരു ഈ രാത്രി കേട്ട ദൈവവചനത്തിന്റെ മുൻപിൽ വിറയ്ക്കുന്നവരായി, എന്തെങ്കിലും ഒരു അല്പം ഭയം നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തോട് മാപ്പ് ചോദിച്ച് ദൈവസന്നിധിയിൽ കേണ് അപേക്ഷിച്ച് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ദൈവസന്നിധിയിൽ പൊഴിച്ച് മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ച്, കർത്താവേ നീ എന്നോട് കണക്ക് തീർക്കുന്ന ദിവസത്തിൽ എന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ച്, എന്റെ ജീവിതത്തിൽ നിന്നുണ്ടായ എല്ലാ ബലഹീനതയിൽ നിന്നും നീ എനിക്ക് കരുത്തും ബലവും നൽകി ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് തന്ന് നീ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ പുതിയ പട്ടണത്തിൽ ചെല്ലുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ സഭയെയും ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കറുത്ത കരങ്ങളെയും എല്ലാ തേർവാഴ്ചകളെയും എല്ലാ സാത്താന്യ ബന്ധനങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ ജനത്തിനെതിരായി പോരാടുന്ന, തന്റെ ജനത്തെ ഒതുക്കി കളയുന്ന, തന്റെ ജനത്തെ ദൈവരാജ്യത്തിലേക്ക് എടുത്താതിരിക്കുന്ന, അന്ധത പിടിപ്പിക്കുന്ന പൈശാചിക ശക്തിയുടെ എല്ലാ വ്യാപാരങ്ങളെയും സ്വർഗം ഭൂമി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ശാസിച്ചു പ്രാർത്ഥിക്കുകയോ. യേശുവിന്റെ രക്തത്താലും യേശുവിന്റെ വചനത്താലും യേശുവിന്റെ ആത്മാവിനാലും ഇന്ന് പകൽക്കാലം ഇവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, മാനസാന്തരത്തിന്റെ അനുഭവങ്ങൾ നടക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹിമം പോലെ വെളുത്ത നരച്ച മുടിയുള്ള കർത്താവ് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഈ 7 നിലവിളക്കുകളുടെ നടുവിലൂടെ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് അവന്റെ കാല് ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ പാദമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ നടക്കുകയാണ്. അവൻ അങ്ങനെ ഇവിടെ നടക്കുമ്പോൾ അവന്റെ പാദം തൊടുന്ന എല്ലാ വിഷയങ്ങളിലും എല്ലാ കെട്ടുകളും എല്ലാ ദുർനടപ്പുകളും ഇന്ന് രാത്രി പൊട്ടിമാറും. നിനക്കിന്ന് രാത്രി സൗഖ്യം വരും, നിനക്കിന്ന് രാത്രി ഫ്രീഡം ഉണ്ടാകും, നിനക്കിന്ന് രാത്രി സ്വാതന്ത്ര്യം വരും. നിന്നെ മുറുക്കപ്പിടിച്ചിരിക്കുന്ന പാപത്തിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ നീ ഇന്ന് രാത്രി പൊട്ടിച്ചെറിഞ്ഞാട്ടെ. രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം.